കൃഷ്ണ ഗുരുവായൂരപ്പ, എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂരപ്പൻ്റെ അനുഭവ കഥകൾ എത്ര പറഞ്ഞാലും കേട്ടാലും ഭക്തി വർദ്ധിക്കുന്നല്ലാതെ മറ്റൊരു ദോഷവും ആർക്കും ഉണ്ടാക്കില്ല. അതായത് എല്ലാവർക്കും ഭക്തി കൂടിക്കൂടി വരും. പറയുക, കേൾക്കുക, അതാണ് ഗുരുവായൂരപ്പൻ്റെ കഥകളുടെ ഒരു പ്രാധാന്യം. ഭക്തർക്ക് അത് കേൾക്കാൻ ഇഷ്ടമാണ്, പറയാനും ഇഷ്ടമാണ്. അങ്ങനെ ചില കഥകളാണ്, അതായത് അത്ഭുതകരമായ ചില വിശ്വാസവും അതുപോലെ തന്നെ നമ്മുടെ ഭക്തിയും ഊട്ടിയുറപ്പിക്കുന്ന ചില കഥകളാണ് പറയാൻ പോകുന്നത്. മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിന് തൻ്റെ ഗുരുവിൻ്റെ കയ്യിൽ നിന്ന് വാതരോഗം പകർന്നു കിട്ടിയത് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതായത് ഈ വാതരോഗം പകർന്നു കിട്ടിയിട്ട് അദ്ദേഹം നാരായണീയം എഴുതാൻ വഴി, അതായത് എഴുത്തച്ഛൻ പറഞ്ഞു മീൻ തൊട്ടുകൂട്ടാൻ, അതായത് മത്സ്യാവതാരം തുടങ്ങി എഴുതാൻ പറഞ്ഞു ഭാഗവതത്തിൽ. അപ്പോൾ ഈ കഥ എഴുതാനായിട്ട് അദ്ദേഹം ഗുരുവായൂർ വന്ന് ഭജന ഇരിക്കുകയുണ്ടായത്. അപ്പോൾ 100 ദിവസം അടുപ്പിച്ച് ഈ നാരായണീയം എന്ന കഥയുടെ ആ ഒരു ഗ്രന്ഥത്തിൻ്റെ 100 ദശകം അദ്ദേഹം എഴുതി തീർത്തു. അദ്ദേഹത്തിന് വാതരോഗം മാറണേ എന്ന് പ്രാർത്ഥിച്ച് ഓരോ ശ്ലോകത്തിലും പറയുന്നുണ്ട്, ഈ വാതരോഗം ഒന്ന് മാറ്റിത്തരണേ, വാതരോഗം ഒന്ന് മാറ്റിത്തരണേ. അവസാനം ഈ വാതരോഗം 100 ദിവസം എഴുതി കഴിഞ്ഞ് അതിന് ശേഷം 100 ദശകം കഴിഞ്ഞതിന് ശേഷം ആ വാതരോഗം പൂർണ്ണമായിട്ട് അദ്ദേഹത്തിൽ നിന്ന് മാറിപ്പോയി. ഇത് വളരെ ഒരു അത്ഭുതകരമായ ഭഗവാന്റെ ഒരു കഥയാണ്. അതായത് നമുക്ക് എന്ത് അസുഖം വന്നാലും, വാതരോഗം എന്നല്ല, എന്ത് അസുഖം വന്നാലും ഈ നാരായണീയം എന്നുള്ള പുസ്തകം വായിക്കുകയാണെങ്കിൽ, ആ ഗ്രന്ഥം, ആ നാരായണീയം പാരായണം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ അസുഖം മാറിപ്പോകുന്നു. അത് വിശ്വാസത്തോടു കൂടി നമ്മൾ പാരായണം ചെയ്യണം. നാരായണീയം നമുക്ക് പറ്റുന്ന സമയത്ത് നമുക്ക് വിശ്വാസത്തോടു കൂടി പാരായണം ചെയ്യാം. എൻ്റെ ഈ അസുഖം മാറണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തീർച്ചയായും അദ്ദേഹം അസുഖങ്ങൾ മാറ്റി തരുന്നതാണ്. പിന്നെ പണ്ട് തേങ്ങയ്ക്ക് കൊമ്പ് വന്ന കഥ കേട്ടിട്ടുണ്ടോ? പണ്ട് ഗുരുവായൂരടുത്ത് താമസിച്ചിരുന്ന ഒരാൾ തൻ്റെ അതായത് തേങ്ങ കൃഷിയായിരുന്നു. അപ്പോൾ ഈ തേങ്ങ, ആദ്യം കിട്ടുന്ന തേങ്ങ, ഓരോ തെങ്ങിൽ നിന്നുള്ളത് അദ്ദേഹം ഗുരുവായൂരപ്പന് കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. എന്നിട്ട് ഈ തെങ്ങുകളൊക്കെ ഉണ്ടായി, അതിൽ തേങ്ങയൊക്കെ ഉണ്ടായി. അപ്പോൾ അദ്ദേഹം ഒരു ചാക്കിൽ ആദ്യത്തെ ഓരോ നാളികേരം വെച്ചെടുത്തിട്ട് അതും കൊണ്ട് ഗുരുവായൂരൊക്കെ പുറപ്പെട്ടു. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇടയ്ക്ക് വെച്ച് ഒരു മോഷ്ടാവ് ചാടി വീണ് ആ ചാക്കിലുള്ളതൊക്കെ മോഷ്ടാവിന് കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ പറഞ്ഞു, ഇത് ഗുരുവായൂരപ്പനുള്ളതാണ്, ഈ തേങ്ങ ഗുരുവായൂരപ്പനുള്ളതാണ്, ഇതൊരിക്കലും തരാൻ പറ്റില്ല. അപ്പോൾ ഈ മോഷ്ടാവ് പറഞ്ഞു, ഗുരുവായൂരപ്പൻ്റെ തേങ്ങയ്ക്ക് എന്താ കൊമ്പുണ്ടോ, എന്താ ഇത് പ്രത്യേകതയുള്ളത്? ഒരു പുച്ഛത്തിലും ഗുരുവായൂരപ്പന് ഒരു വിലയില്ലാത്ത പോലെയൊക്കെ ഇങ്ങനെ സംസാരിച്ചു. എന്നിട്ട് ആ ചാക്ക് പെട്ടെന്ന് പിടിച്ചു വാങ്ങിയിട്ട് അതിൽ നിന്ന് ഈ തേങ്ങ മുഴുവനായിട്ട് ഇങ്ങനെ കുടഞ്ഞെടുത്തു ഈ മോഷ്ടാവ്. അപ്പോൾ എന്തുണ്ടായി? ഓരോ തേങ്ങയ്ക്കും കൊമ്പ്. അത് ഭയങ്കര ഒരു അത്ഭുതമല്ലേ? അതായത് ഗുരുവായൂരപ്പൻ്റെ തേങ്ങയ്ക്ക് ഉണ്ടാവണമെന്ന് ഗുരുവായൂരപ്പൻ തീരുമാനിച്ചാൽ കൊമ്പും ഉണ്ടാവും ഗുരുവായൂരപ്പൻ്റെ തേങ്ങയ്ക്ക്. അതായത് ഭഗവാൻ വിചാരിച്ചാൽ നടക്കാത്ത ഒന്നുമില്ല, ഭഗവാനെ വെല്ലുവിളിച്ചാൽ കാര്യമില്ല. അപ്പോൾ ഭഗവാനോടാണ് ഈ മോഷ്ടാവ് കളിക്കുന്നതേ. മോഷ്ടാവിനറിയില്ല ഭഗവാന്റെ മായ എത്രയാണ്, ശക്തി എത്രയാണെന്ന്. അങ്ങനെ ഈ നാളികേരം ഗുരുവായൂർ അടുത്ത കാലം വരെ പ്രദർശിപ്പിച്ചിരുന്നു എന്നാണ്. അതിൻ്റെ ഒരു ഫോട്ടോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കൊമ്പുള്ള തേങ്ങയുടെ പണ്ട് അവിടെ ഗുരുവായൂർ അമ്പലത്തിൽ പ്രദർശനത്തിന് വെച്ചിരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഗുരുവായൂരുണ്ടായ ഒരു സംഭവമാണ്. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന, അതേസമയം ഒരിക്കലും അസംഭവ്യമാണ് എന്ന് കരുതുന്ന, അത് ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതായത് ഭഗവാന്റെ മായകളെന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ തീർച്ചയായും ബുദ്ധിമുട്ടുള്ളതാണ്.
ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷേ ഭക്തർക്ക് നന്നായി അറിയാം ഇത് ഭഗവാന്റെ മായ തന്നെയാണെന്ന്. പിന്നെ ഒരു കുട്ടി പണ്ട് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ഹൃദയത്തിന് അസുഖമുള്ള കുട്ടിയായിരുന്നു. അപ്പോൾ ഡോക്ടർമാരൊക്കെ പറഞ്ഞു ഈ കുട്ടീനെ രക്ഷപ്പെടില്ല എന്ന്. അപ്പോൾ കുട്ടിയുടെ അമ്മ ഭഗവാനെ, ഗുരുവായൂരപ്പനെ ആത്മാർത്ഥമായിട്ട് വിളിച്ചു. എന്നിട്ട് ഭഗവാന് നിവേദ്യം എന്ന ഒരു വഴിപാട് നേർന്നു. ഭഗവാനൊരു നിവേദ്യം നേർന്നു. എന്നിട്ട് ഈ കുട്ടി കുറച്ച് കഴിഞ്ഞിട്ട് അത്ര ആത്മാർത്ഥമായും ഭക്തിയോട് കൂടിയാണ് ഈ കുട്ടിയുടെ അമ്മ ഈ കുട്ടി രക്ഷപ്പെടാനായിട്ട്, ഒരമ്മയുടെ ആദ്യം അറിയാലോ, അപ്പോൾ അത് അത്രയും ഇതിലാണ് നേർന്നത്. കുറച്ച് കഴിഞ്ഞ കുട്ടി പറഞ്ഞു, അമ്മേ, ഞാൻ ഒരു കറുത്ത നിറമുള്ള ഒരാൾ ഒരു ഓടക്കുഴലായിട്ട് എൻ്റെ അടുത്ത് വന്നു രാത്രി. എന്നിട്ട് എൻ്റെ ഈ നെഞ്ചു ഭാഗത്ത് തൊട്ട പോലെ എനിക്ക് തോന്നിയെന്ന്. അങ്ങനെ ആ കുട്ടി സ്വപ്നം കണ്ടതാണോ എന്താണോ എന്നറിയില്ല, ആ കുട്ടി അങ്ങനെ കണ്ടു എന്ന് പറഞ്ഞു. പിന്നെ ഡോക്ടേഴ്സൊക്കെ ചെക്കപ്പ് ചെയ്തു. എങ്ങനെയുണ്ട് ഇപ്പോൾ ഹാർട്ടിൻ്റെ സിറ്റുവേഷൻ എന്ന് നോക്കിയപ്പോൾ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല, എല്ലാ സുഖം മാറിയിരിക്കണം. ഇത് ഭഗവാന്റെ പറഞ്ഞു കേട്ടൊരു കഥയാണ്. ഭയങ്കര ഒരു പ്രാധാന്യമുള്ളൊരു കഥയാണ്. അതായത് എന്ത് അസുഖം ഉണ്ടെങ്കിലും അത് എനിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഞാൻ ഭഗവാനെ ധന്വന്തരി രൂപത്തിൽ വിളിക്കാറുണ്ട്. അത് ഗുരുവായൂരപ്പനും ധന്വന്തരി മൂർത്തിയായിട്ട് ഭയങ്കര ഒരു ബന്ധമുണ്ടല്ലോ. അതുപോലെ തന്നെ എനിക്ക് ചില അസുഖങ്ങളോ അല്ലെങ്കിൽ വീട്ടിലാർക്കെങ്കിലും അല്ലെങ്കിൽ എനിക്ക് തന്നെയായിട്ട് ഭയങ്കര ക്രിട്ടിക്കലായിട്ടുള്ള അസുഖങ്ങൾ വരുന്ന സമയത്തൊക്കെ ഞാൻ ഗുരുവായൂരപ്പനെ ധന്വന്തരി രൂപത്തിൽ വിളിക്കും. അപ്പോൾ അത്ര ആശുപത്രിയിൽ ബെഡ് റിഡൺ ആയിട്ടുള്ള ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഞാൻ ഭഗവാനെ വിളിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ ഇപ്പോൾ നമ്മൾ മരണത്തിൻ്റെ വക്കിലെത്തി നിൽക്കുകയാണ്, അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനൊരു സിറ്റുവേഷനിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പോൾ കൈവിട്ട് പോകുന്ന ഡോക്ടർമാർക്ക് തോന്നിയ സമയത്ത് പെട്ടെന്ന് ഞാൻ ധന്വന്തരി മൂർത്തിയെ ആത്മാർത്ഥമായിട്ട് വിളിച്ചു. പെട്ടെന്ന് തന്നെ എല്ലാതും നോർമലായി. അങ്ങനൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് ധന്വന്തരി മൂർത്തിയെ ഞാൻ മനസ്സിൽ ഗുരുവായൂരപ്പൻ്റെ രൂപത്തിൽ തന്നെ വിളിച്ചപ്പോൾ പെട്ടെന്ന് ആ അസുഖം പെട്ടെന്ന് തന്നെ അത് മാറിപ്പോവുകയും കംപ്ലീറ്റായിട്ട് എന്നിൽ നിന്ന് വിട്ടുപോവുകയും എല്ലാതും പഴയ പോലെ നോർമലായി മാറുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഭഗവാന്റെ മായ. പിന്നെ ഗുരുവായൂർ അമ്പലത്തിന് മുമ്പിൽ ഒരു ആല് നിങ്ങൾ കാണും. ആലിനെ മഞ്ജുള എന്നാണ് വിളിക്കുക. മഞ്ജുള എന്നുള്ളതിൻ്റെ പേര് എങ്ങനെ വന്നു എന്ന് പലർക്കും അറിയേണ്ടതാണ്. അവിടെ ഉണ്ടായിരുന്ന മാല കെട്ടാൻ ഗുരുവായൂർ പണ്ടുണ്ടായിരുന്ന മാല കെട്ടുന്ന ഒരു പെൺകുട്ടി, ഗുരുവായൂരപ്പന് മാല ഉണ്ടാക്കി സമർപ്പിക്കാറുള്ള ഒരു പെൺകുട്ടിയാണ് മഞ്ജുള. ആ പെൺകുട്ടി ഒരു ദിവസം ഗുരുവായൂർ അമ്പലത്തിലെത്തിയപ്പോഴേക്കും വളരെ നേരം വൈകി. അമ്പലം അടച്ചു. അപ്പോൾ വിഷമായി കുട്ടിക്ക്. കുട്ടി അവിടെ ദുഃഖത്തോടു കൂടി ആൽമരത്തിൻ്റെ അവിടെ നിൽക്കുന്നു. അതായത് എനിക്കിനി മാല സമർപ്പിക്കാൻ കഴിയില്ല എന്നും പറഞ്ഞ്. അപ്പോഴാണ് പൂന്താനം ആ വഴിക്ക് വന്നത്. പൂന്താനം ഈ കുട്ടി നിന്ന് കരയുന്നു കണ്ടു. ഇതെന്താണ് കുട്ടി ഇവിടെ നിന്ന് ഇങ്ങനെ കരയണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വൈകിപ്പോയി, എനിക്ക് ഗുരുവായൂരപ്പന് ഞാൻ കെട്ടിക്കൊണ്ടുവന്ന മാല സമർപ്പിക്കാൻ കഴിയില്ല എന്നും പറഞ്ഞ് കുട്ടി കരയാൻ തുടങ്ങി. അപ്പോൾ പൂന്താനം പറഞ്ഞു, പൂന്താനത്തിന് ഭഗവാന്റെ ഭക്തി, ഭഗവാൻ എന്താണെന്നും എവിടെയാണ് വിളിച്ചാൽ വെളിപ്പുറത്തുള്ള ആളാണെന്നും അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങുന്ന ആളല്ല എന്നൊക്കെ പൂന്താനത്തിനറിയാം. അപ്പോൾ പൂന്താനം പറഞ്ഞു, ഭഗവാൻ എല്ലായിടത്തും ഉണ്ട്. കുട്ടി ഒരു കാര്യം ചെയ്യൂ, ഈ ആൽമരത്തിൻ്റെ ചുവടെയുള്ള ഈ കല്ലിൽ ഈ മാല സമർപ്പിക്കൂ. അപ്പോൾ തീർച്ചയായും ഗുരുവായൂരപ്പൻ അത് എടുത്തോളുന്നു. അത്ര ഭക്തിയിൽ കുട്ടി ആ മാല അവിടെ സമർപ്പിച്ചു, മഞ്ജുള. എന്നിട്ട് പിറ്റേ ദിവസം മേൽശാന്തി നട തുറന്നിട്ട് നമ്മുടെ ഭഗവാന്റെ എല്ലാ മാലകളൊക്കെ മാറ്റുമല്ലോ നേരം ഇപ്പോൾ നട തുറന്ന സമയത്ത്. അപ്പോൾ എല്ലാ മാലയും എല്ലാതും മാറ്റുന്നതിനിടയിൽ ഒരു മാല മാത്രം ആ വിഗ്രഹത്തിൽ നിന്ന് മാറുന്നില്ല. എത്ര മാറ്റാൻ നോക്കിയിട്ടും ആ മാല മാറുന്നില്ല. ഇതെന്താണ് ഈ മാല ഇങ്ങനെ മാറാതെ നിൽക്കുന്നതെന്ന്
മേൽശാന്തിക്ക് ആകെ ഒരു കൗതുകമായി. അപ്പോൾ പൂന്താനം പറഞ്ഞു, പൂന്താനം അവിടെ ഉണ്ടായിരുന്നു, പേടിക്കണ്ട, ഇന്നലെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു, മഞ്ജുള ഇട്ട മാലയായിരിക്കും അതെന്ന് പറഞ്ഞു. മഞ്ജുള ആ ഒരു കല്ല്, ആ ഒരു ആൽമരത്തിൻ്റെ ചോട്ടിലുള്ള കല്ലിൽ ഗുരുവായൂരപ്പനുള്ള മാല അവിടെ ചാർത്തിയിരുന്നു. ആ മാല ഗുരുവായൂരപ്പന് ഇഷ്ടമായി ഉണ്ടാവും, അതുകൊണ്ടാണ് അത് മാറാത്തതെന്ന്. അപ്പോൾ ഇങ്ങനെ പൂന്താന കഥ എല്ലാവരോടും പറഞ്ഞു. അപ്പോൾ തന്നെ മാല ഈ വിഗ്രഹത്തിൽ നിന്ന് പോരുകയും അങ്ങനെ ഈ എല്ലാവർക്കും അതിലെ പൂക്കൾ, ആ മാലയിൽ നിന്നുള്ള പൂക്കളൊക്കെ എല്ലാവർക്കും ഭക്തർക്ക് കൊടുക്കുകയും ചെയ്തു എന്ന് പറയുന്നു. അതായത് ഭക്തർക്ക് താല്പര്യം ഉണ്ടാവില്ല, അതിൽ നിന്ന് ഒരു പൂവെങ്കിലും കിട്ടാനായിട്ട്. അപ്പോൾ അങ്ങനെ അത്രയും ഭഗവാന് പ്രിയപ്പെട്ടത് എന്തും അത്രയും ഭക്തരെ അതർപ്പിച്ച് ചെയ്യുന്നവർ എവിടെയെന്നൊന്നുമില്ല. അതൊരു കല്ലിലാണെങ്കിലും, അതിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലിരുന്നിട്ട് ഒരു കല്ലിലോ എൻ്റെ ഭഗവാനേന് വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിലും അതും ഗുരുവായൂരപ്പൻ ഏറ്റെടുക്കും. ഗുരുവായൂരപ്പൻ അത് ഹൃദയപൂർവ്വം സ്വീകരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഗുരുവായൂരപ്പന് എല്ലായിടത്തും ഉണ്ട്. അതായത് നരസിംഹമൂർത്തി അറിയാലോ, പ്രഹ്ലാദനോട് ചോദിച്ചു ഹിരണ്യകശിപു, നിൻ്റെ കൃഷ്ണ എവിടെയുണ്ട്, കൃഷ്ണ എവിടെയാണ് ഉള്ളത് എന്ന് പറഞ്ഞപ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞു എല്ലായിടത്തും ഉണ്ട്. എന്നാൽ ഈ തൂണിയിലുണ്ടോ? ഈ തൂണിയിലും ഉണ്ട്. കാരണം എല്ലായിടത്തും ഉണ്ട് ഭഗവാൻ എല്ലായിടത്തും ഉണ്ട്. തൂണിയിലുണ്ട്, തുരുമ്പിലുണ്ട്, എല്ലായിടത്തും ഉണ്ട് എന്ന് പറഞ്ഞു. അതത്ര വിശ്വാസമുള്ള കാരണമാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഹിരണ്യകശിപു എന്നാൽ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് തൂണ് വെട്ടിപ്പിളർക്കുന്നത്. അപ്പോഴാണ് അതിൽ നിന്ന് നരസിംഹം ചാടി വരുന്നത്, ഹിരണ്യകശിപുവിൻ്റെ കഥ കഴിയുന്നതും. അപ്പോൾ പ്രഹ്ലാദനെ സംരക്ഷിക്കുകയും കൂടിയാണ്. കാരണം ഹിരണ്യകശിപു അത്രയും ദുഷ്ടനായിരുന്നു. സ്വന്തം മകനായ പ്രഹ്ലാദനെ കൊല്ലാനും എല്ലാവിധ ദുഷ്ടത്തരവും അയാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രഹ്ലാദൻ അത്ര നല്ല ഭക്തനായ കാരണം പ്രഹ്ലാദനെ സംരക്ഷിക്കാനായിട്ടാണ് നരസിംഹമൂർത്തി എന്ന രൂപത്തിൽ ഭഗവാൻ അവതരിച്ചത്. അതായത് ഭക്ത സംരക്ഷണമാണ് ഭഗവാന്റെ പ്രധാന ഭഗവാന്റെ പ്രധാന ഒരു ലക്ഷ്യം തന്നെ ഭക്ത സംരക്ഷണാർത്ഥാണ് ഭഗവാൻ. ധർമ്മ സംരക്ഷണം എന്ന് മാത്രമല്ല, ഭക്തരെയും സംരക്ഷിക്കുന്ന ആളാണ് ഗുരുവായൂരപ്പൻ. പിന്നെ ഒരു ഭക്തൻ ഭഗവാന് വേണ്ടിയിട്ട് ഒരു വിരുന്ന് നടത്താമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഗുരുവായൂർ പ്രധാനമായിട്ടും ഈ ഭക്ഷണം ഉണ്ടാക്കിയിരുന്നത് 2 കീഴ്ശാന്തികളായിരുന്നു. അതിലൊരു കീഴ്ശാന്തിക്ക് എന്തോ അസുഖം ബാധിച്ച് കിടപ്പാന്ന് പറഞ്ഞിട്ട് അറിഞ്ഞു. അപ്പോൾ മല്ലിശ്ശേരി നമ്പൂതിരിയാണ് ഇതൊക്കെ മേൽനോട്ടം വഹിച്ചിരുന്നത്. അപ്പോൾ മല്ലിശ്ശേരി നമ്പൂതിരിക്ക് ആകെ വിഷമായി. കാരണം അദ്ദേഹം ഉറക്കമുണ്ടായില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാളേക്കുള്ള ഭക്ഷണ സദ്യക്കൊന്നും ഏർപ്പാടാക്കിയിട്ടില്ല. ഇനിയിപ്പോൾ ഈ കീഴ്ശാന്തി വരില്ല, ഇനിയിപ്പോൾ എന്തു ചെയ്യും, എങ്ങനെയാണ് നാളേക്കുള്ള കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പോൾ ഭഗവാനെ വിളിക്കുക, വേറൊരു സൊല്യൂഷനും ഇല്ലല്ലോ. അപ്പോൾ ഭഗവാനെ വിളിക്കുക, അദ്ദേഹം എന്തെങ്കിലും വഴി കാണിച്ചു തരുന്നു. അപ്പോൾ പിറ്റേ ദിവസം അദ്ദേഹം നോക്കിയപ്പോഴേ അവിടെ ഉണ്ട് ഈ ലീവ് എടുത്ത് പോയ ഈ തിരുമേനി, അതായത് വയ്യാണ്ടായി കിടപ്പില്ലാന്ന് പറഞ്ഞ തിരുമേനി ഉണ്ട് വന്നിരിക്കുന്നു. എന്നിട്ട് ഈ ഭക്ഷണമൊക്കെ ഒരുക്കാണ് കീഴ്ശാന്തി. ഈ കീഴ്ശാന്തി ഇതൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ മല്ലിശ്ശേരി നമ്പൂതിരിക്ക് സന്തോഷമായി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാനെ ഞാൻ വിളിച്ചതുകൊണ്ട് ഗുണം ഉണ്ടായല്ലോ. കാരണം ഭഗവാൻ കീഴ്ശാന്തിയുടെ അസുഖം ഭേദാക്കിയിട്ട് പറഞ്ഞു വിട്ടില്ലേ. അപ്പോൾ പിന്നെ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഭക്ഷണമൊക്കെ ആയി, എല്ലാം ശരിയായി. ഭക്ഷണത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും വന്നില്ല. സദ്യയൊക്കെ വേണ്ട വിധത്തിൽ നടന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഈ കീഴ്ശാന്തി വന്നില്ല. അപ്പോൾ ഈ ആളെ പറ്റിയിട്ട് അന്വേഷിക്കാനായിട്ട് മല്ലിശ്ശേരി നമ്പൂതിരി ആൾക്കാരെ പറഞ്ഞയച്ചു. എവിടെ പോയി, കീഴ്ശാന്തി എന്താ വരാതിരുന്നേ ചോദിക്കാനായിട്ട്. അപ്പോൾ പറഞ്ഞു, കുറേ ദിവസമായിട്ട് കീഴ്ശാന്തി കിടപ്പിലാണ്, അദ്ദേഹത്തിന് അസുഖമാണെന്ന് അറിയാലോ, ഇതുവരെയ്ക്കും എണീറ്റിട്ടില്ല, തീരെ ഭേദമായിട്ടില്ല എന്ന്. അപ്പോൾ ഇന്നലെ വന്നതോ?
ആരാണത്? അത് ഗുരുവായൂരപ്പൻ തന്നെ. അതായത് തലേദിവസം ആ കീശാന്തി ആയിട്ട് തന്നെ വന്നതും, അതായത് ഒരു പാചകക്കാരൻ്റെ രൂപത്തിൽ വേഷം മാറി വന്നതും സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയായിരുന്നു. അത് മള്ളിശ്ശേരി നമ്പൂതിരിക്ക് മനസ്സിലായി. അത് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ വേഷം മാറി വന്നു എന്ന്. അത് ഭയങ്കര ഒരു അത്ഭുതവും അതുപോലെ തന്നെ അത്രയധികം പ്രത്യാശയും ഭക്തജനങ്ങൾക്ക് നൽകുന്ന ഒരു, അതായത് നമ്മൾ എന്തെങ്കിലും ചിന്താക്കുഴപ്പത്തിലാവുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം അങ്ങനെ നടക്കുന്ന വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഭഗവാനെ വിചാരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഭഗവാൻ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കിത്തരും. ആ കാര്യമൊക്കെ സിമ്പിളായിട്ട് നടന്നു പോകും. നമ്മൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവില്ല, ഈശ്വര ഇതെന്താണ്, ഇതെങ്ങനെ നടക്കും, നാളത്തെ കാര്യം ആലോചിച്ചൊരു എത്തും പിടിയില്ലല്ലോ എന്നൊക്കെ കരുതിയിട്ട് നമ്മൾ ഭഗവാനെല്ലാം വിട്ടുകൊടുത്ത് പോയിട്ടുള്ള പല സംദർഭവും ഉണ്ടാവും. പിറ്റേ ദിവസം അതൊക്കെ കൂളായിട്ട് നടന്നു പോയി. ഇതൊക്കെ ഇവിടെയാണെങ്കിൽ ഭഗവാൻ നേരിട്ട് വരികയാണ് ഇതൊക്കെ നടത്താനായിട്ട്. അതും അനുഭവമാണ്. ഇതും ഒരു കഥയാണ് ഗുരുവായൂരപ്പൻ്റെ. പിന്നെ പൂന്താനത്തിനോട് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നല്ലോ ഗുരുവായൂരപ്പന്. ഭഗവാനെ പറ്റി പറയുമ്പോൾ, ഭഗവാന്റെ ഭക്തിയെ പറ്റി പറയുമ്പോൾ, അനുഭവ കഥകളെ പറ്റി പറയുമ്പോൾ പൂന്താനത്തിൻ്റെ കഥ പറയാതിരിക്കുക എന്ന് പറയുന്നത് ഒരു ഭൂഷണമല്ല. പൂന്താനമില്ലാത്ത ഒരു ഭഗവാന്റെ കഥ പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഭഗവാൻ തന്നെ അത്രയും പ്രാധാന്യം കൊടുക്കുന്ന ആളാണ് പൂന്താനം. അപ്പോൾ ഭഗവാന്റെ അനുഭവ കഥകൾ പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ പൂന്താനത്തിന് വലിയ ഒരു സ്ഥാനമുണ്ട്. അപ്പോൾ പണ്ട് പൂന്താനത്തിൻ്റെ കവിതകൾ നോക്കിയിട്ട് വിഭക്തി പോരാന്നൊക്കെ പറഞ്ഞിട്ട് മേൽപ്പത്തൂർ ഒരുപാട് കളിയാക്കിയിട്ടുള്ള കഥ കേട്ടിട്ടുണ്ടല്ലോ. അതിലൊരു പ്രാവശ്യം ഒരു വാക്ക് എഴുതിയത് മേൽപ്പത്തൂർ എടുത്ത് കളിയാക്കി. അതായത് പത്മനാഭോ മരപ്രഭു എന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് സംസ്കൃതത്തിലെ വാക്കാണ്. അത് മരപ്രഭു എന്ന് പറഞ്ഞാൽ മരങ്ങളുടെ ഈശ്വരൻ എന്നാണ്. അപ്പോൾ മലയാളത്തിൽ പറയാം. അപ്പോൾ പത്മനാഭോ മരപ്രഭു എന്ന് പറഞ്ഞപ്പോൾ മേൽപ്പത്തൂർ പറഞ്ഞേ, മരപ്രഭു ഇത് അമരപ്രഭുവാണ്. അമരപ്രഭു എന്ന് പറഞ്ഞാൽ മരണമില്ലാത്തവരുടെ ഈശ്വരൻ, അതായത് അനശ്വരതയുടെ ഈശ്വരൻ, അനശ്വരന്മാരുടെ ഈശ്വരൻ എന്നൊക്കെ പറയും. അനശ്വരമായ ഈശ്വരൻ, മരണമില്ലാത്ത അവസ്ഥ, അത്രയും എപ്പോഴും നിലനിൽക്കുന്ന ഈശ്വരൻ എന്നർത്ഥം പറയാം അമരപ്രഭു. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന, എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന മരണമില്ലാത്ത ഈശ്വരൻ പ്രഭു. അങ്ങനെ അതാണ്. അല്ലാതെ മരങ്ങളുടെ ഈശ്വരനല്ല, മരണമില്ലാത്ത ഈശ്വരൻ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ ഇന്ന് കളിയാക്കായിരുന്നു. പൂന്താനം ഒരു പാവം ഭക്തി മാത്രമുള്ള ഒരു പാവവും അദ്ദേഹത്തിൻ്റെ ഒരു നിഷ്കളങ്കത കൊണ്ടാണ് ഇത്രയും അഹങ്കാരിയായ മേൽപ്പത്തൂരിനോട് പോയിട്ട് ഇതൊക്കെ പറഞ്ഞു തരാനായിട്ട്. മേൽപ്പത്തൂരിൻ്റെ ആ അറിവിൽ തോന്നിയിട്ടുള്ള ഒരു ബഹുമാനം കൊണ്ടായിരിക്കും പൂന്താനം പോയത്. എന്നാൽ മേൽപ്പത്തൂർ അങ്ങനെയല്ല കാണുന്നത്. അറിവുകൊണ്ട് അഹങ്കാരം തലക്കടിച്ചിട്ട് ഓരോ കാര്യം എടുത്തിട്ട് പുച്ഛിക്കുകയാണ്. ഓരോന്ന് എഴുതി വെച്ചതും വായിച്ച് കളിയാക്കാണ് പൂന്താനത്തിന്. അപ്പോൾ പറഞ്ഞു ഈ മരപ്രഭു അല്ല അമരപ്രഭുവാണ് എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ പെട്ടെന്ന് ഗുരുവായൂരപ്പൻ്റെ ആ ഒരു പ്രതിമയിൽ നിന്ന്, ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം വന്നു എന്നാണ് പറയുന്നത്, ഞാൻ മരപ്രഭുവും കൂടിയാണെന്ന്. അതായത് ഞാൻ അമരപ്രഭു മാത്രമല്ല, ഞാൻ മരപ്രഭുവും കൂടിയാണ്. മരപ്രഭു എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ വൃക്ഷങ്ങളുടെ ഈശ്വരനാണ്, എല്ലാവരുടെ ഈശ്വരനാണ് ഭഗവാൻ. അങ്ങനെ ഭഗവാന് ഒരു വാക്കിലൊന്നും ഒതുക്കാൻ പറ്റുന്ന ആളല്ല. അപ്പോൾ ഭഗവാൻ തന്നെ പറയണം, ഞാൻ മരങ്ങളുടെ ഈശ്വരനാണ്, മരപ്രഭു കൂടിയാണ്. അതോ ഒരു ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൻ്റെ അവിടെ നമ്മൾ മരപ്രഭുവിൻ്റെ ഒരു പ്രതിമ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരു കഥ തന്തു ഇതിൻ്റെ പിന്നിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ആ മരപ്രഭു എന്നുള്ളത് ഇത്രയധികം പ്രശസ്തമായതും? അപ്പോൾ ഭഗവാൻ മരപ്രഭു കൂടിയാണെന്നും ആണ് പറയപ്പെടുന്നത്. ഭഗവാൻ തന്നെയാണ് പറയുന്നത്. ഭഗവാൻ തന്നെയാണ് മരപ്രഭുവും അമരപ്രഭുവും എല്ലാം ഭഗവാൻ തന്നെയാണ്. പിന്നെ ഭഗവാനെ പറ്റി പറയുമ്പോൾ
ഗജരാജനായിരുന്ന കേശവനെ പറ്റി പറയാൻ കഴിയില്ലല്ലോ, പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. അതായത് ഗുരുവായൂർ കേശവനെ പറ്റി എല്ലാവർക്കും അറിയാം. ഗുരുവായൂർ കേശവൻ ശരിക്ക് ഭഗവാന്റെ ഒരു അകമഴിഞ്ഞ ഭക്തനായിരുന്നു. ആനയാണെങ്കിലും ഭക്തൻ തന്നെയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഭഗവാന്റെ മുന്നിൽ മാത്രം മുട്ടുകുണിക്കുന്ന ഒരു ആനയായിരുന്നു. ഗുരുവായൂർ ഏകാദശിയുടെ അന്നാണ് ചെരിഞ്ഞത് എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ ഗുരുവായൂർ കേശവൻ ഭഗവാൻ എന്തെങ്കിലും കാരണം കൊണ്ട് ഭഗവാന്റെ വിഗ്രഹം ആ ശ്രീകോവിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അവിടെ അനങ്ങാതെ നിൽക്കുമല്ലോ, അതൊന്നും കഴിക്കില്ല, അനങ്ങാതെ നിൽക്കും. എന്തെങ്കിലും ഘോഷയാത്രയായിട്ടോ എന്തെങ്കിലും കാര്യത്തിന് പുറത്ത് പോവുകയാണെങ്കിൽ പിന്നെ ഭക്ഷണം പോലും കഴിക്കില്ല എന്ന് ആ വിഗ്രഹം അവിടെ തിരിച്ചു വരുന്നവരെയൊക്കെ. അതുപോലെ തന്നെ ഏകാദശിയുടെ അന്നാണ് ഭഗവാനോടുള്ള ഒരു ഗുരുവായൂരിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കേട്ടിട്ടുള്ളതാണ്. പണ്ട് പഴമക്കാരൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കഥയാണ്. ഗുരുവായൂരിൽ നിന്ന് എവിടെ പോയി വിട്ടാലും അത് കേശവൻ ഗുരുവായൂർ തന്നെ എത്തുന്നു. അങ്ങനെ അത്രയും ആ പേര് പോലെ തന്നെ ഭഗവാന്റെ പേരാണ് കേശവൻ. അത്രയും ഭക്തിയുള്ള ഒരാനയായിരുന്നു ഗുരുവായൂർ കേശവൻ. ഭഗവാന്റെ ആ ഏറ്റവും വിശേഷപ്പെട്ട ദിവസം തന്നെയാണ് ഗുരുവായൂർ കേശവൻ അന്ത്യശ്വാസം വലിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാവരും പറയുന്നത് ഗുരുവായൂർ കേശവൻ ഭഗവാനിൽ, ഗുരുവായൂരപ്പനിൽ അലിഞ്ഞു ചേർന്ന മോക്ഷപ്രാപ്തിയിലെത്തി എന്നാണ്. അപ്പോൾ ഒരാനയായിട്ട് ജനിച്ചാൽ പോലും ഭഗവാനെ എങ്ങനെ സേവിക്കുക എന്നുള്ളതിൻ്റെ അതൊരു ഉത്തമ ഉദാഹരണമാണ് ശരിക്ക് ഗുരുവായൂർ കേശവൻ. അപ്പോൾ എല്ലാവർക്കും ഇത്രയും കഥകൾ മതിയെന്ന് തോന്നുന്നു. ഇനി അടുത്ത ദിവസം അടുത്ത കഥകളായിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.